കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമേ. ഞങ്ങളുടെ വചനം അയച്ച് ഞങ്ങളെ സൗഖ്യമാക്കണമേ. അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ വചനം സ്തുതികരിക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ധ്യാനിക്കാൻ വന്നതിൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു സൗഖ്യം, ശാരീരിക സൗഖ്യം, അല്ലെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കണം. വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, തകർന്ന കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ല, അല്ല മക്കൾക്ക് ജോലിയില്ല, മക്കളുടെ വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിയല്ലേ? അതെ. ജെറമിയ 33:3 എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ മറുപടി നൽകും. കർത്താവിന്റെ വാഗ്ദാനമാണ്. നീ എന്നെ വിളിക്ക്. നിന്റെ തകർച്ചയിൽ, നിന്റെ പ്രതിസന്ധികളിൽ, കഷ്ടതയിൽ നീ എന്നെ വിളിക്ക്, നിനക്ക് ഞാൻ മറുപടി നൽകാം. കർത്താവ് തരുന്ന മറുപടിക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോവുക. അത് വ്യക്തിപരമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും യേശു അറിയുന്നു, യേശു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന് ഞങ്ങളുടെ സങ്കടങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 25 മുതലുള്ള തിരുവചനങ്ങള്. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി യേശുവിനെ പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു.
പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവിടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ഹല്ലേലൂയ. ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശുവിനെ കുറിച്ച് അവൾ അറിഞ്ഞിട്ടുണ്ട്. പല വൈദ്യന്മാരെ കണ്ടു. വർഷങ്ങളായിട്ട് ഈ ബ്ലീഡിങ്, രക്തസ്രാവം കഷ്ടപ്പെടുകയാണ്. അവൾ ഒത്തിരിയേറെ ചികിത്സ ചെയ്തിട്ടും അവിടെ പറയുന്ന ഒരു വചനമുണ്ട്, അവളുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. വചനം 27, 5:27. അവളുടെ സ്ഥിതി മെച്ചപ്പെടുക അല്ല ചെയ്തത്, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ഹല്ലേലൂയാ. പലരും മെച്ചപ്പെട്ട സ്ഥിതിയിലല്ല, കൂടുതൽ മോശമായ സ്ഥിതിയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആണോ? അതെ, എല്ലാ മേഖലയിലും മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമായ സ്ഥിതിയിലേക്ക് പലരും വന്നിരിക്കുക. തകർച്ചയൊക്കെ അതിൻ്റെ പാരമ്യതയിലാണ്. രോഗങ്ങൾ മരണത്തിൻ്റെ വക്കിലാണ്. എന്തുമാവട്ടെ, എല്ലാ മേഖലകളിലും തകർച്ചകൾ. ഹല്ലേലൂയ. കൂടുതൽ മോശമായി, മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമായ സ്ഥിതിയാണ്. ഈയിടെ നമ്മുടെ ഒരു ഏകദിന കൺവെൻഷൻ ഉണ്ടൊക്കെ ചുറ്റി നടക്കുക. ഒരു അമ്മ ദൂരെ നിന്ന് വന്ന അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ക്യൂവിൽ നിൽക്കുക. ഞാൻ ചെന്നു. എന്നെ അമ്മ പറയും, സങ്കടത്തോടൊരു കാര്യം പറയും. എന്നോട് ബ്രദറെ, എൻ്റെ മോള് ഒന്ന് തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, മോളെവിടെ പോയി? അവള് ഒരു വിജാതിയുടെ കൂടെ പോയിട്ട് 3 മാസമായി. പാവം അമ്മ, എംടെക്കുകാരിയാ. മാതാപിതാക്കൾ പറഞ്ഞിട്ടൊന്നും അംഗീകരിച്ച് അവൾ പോയി. അമ്മ പറയാണ്, എൻ്റെ മകള് തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, 3 മാസം ഒരാളിൻ്റെ കൂടെ ജീവിച്ച അവൾ തിരിച്ചു വന്നിട്ട് അവളെ എന്നെ എടുക്കാൻ പറ്റും അമ്മയ്ക്ക്? അതുകൊണ്ട് പോയവൻ്റെ കൂടെ പോട്ട്, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ അമ്മ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചു. അവളെ തിരിച്ചു കിട്ടിയിട്ട് വേറെ ആരുടെയും കൂടെ കെട്ടിച്ചു വിടാൻ പറ്റുമെന്ന് ചോദിച്ചു. അമ്മയൊന്നും മിണ്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, തിരിച്ചു വരാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ശരിയല്ലേ? 3 മാസം ഒരുത്തിനോട് ജീവിച്ചവളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട പുരുഷൻ്റെ പുറത്ത് വെച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പോയത് പോട്ടെ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? തെറ്റുവല്ലോ പറഞ്ഞോ? അതാണ് എൻ്റെ ശരി. ഞാൻ അമ്മയോട് പറഞ്ഞു, അവള് അനുഗ്രഹിക്കപ്പെടുവാൻ ക്ഷമിച്ചവളെ അനുഗ്രഹിക്കുക. അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. എന്തുമാവട്ടെ, അവൾ പോയി. നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി അമ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് 2 പെൺമക്കളും ഒരാണുമാണ്. പാവം സങ്കടത്തോടെ വന്നുകൊണ്ട് വലിയ കാര്യത്തിൽ പറഞ്ഞു. അമ്മയോർത്ത് കാണും, സാബു പറഞ്ഞു പറഞ്ഞ ഉടൻ മകൾ തിരിച്ചു വരട്ടെ, പ്രാർത്ഥിക്കും, മകൾ വരുമെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് തിരിച്ചാ. അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഒരു ബോധം ഉണ്ടായി. ശരി, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പാവം ഉണ്ടോ? സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുക അല്ല ചെയ്തത്, കൂടുതൽ മോശമായി. രക്തസ്രാവക്കാരിയുടെ സ്ഥിതി കൂടുതൽ മോശമായി. നോക്കുക, സ്ഥിതി കൂടുതൽ മോശമാകുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാവും. ചിലരുടെ സ്ഥിതി കൂടുതൽ മോശമായെങ്കിലേ മനസ്സ് തുറന്ന് കർത്താവിനെ വിളിക്കത്തുള്ളൂ. ശരിയല്ലേ? ആണോ? അതെ. സ്ഥിതി കൂടുതൽ മോശമാകണം. സകല പിടിവള്ളി വിട്ട് എല്ലാം പോയി കഴിയുമ്പോൾ കർത്താവിനെ വിളിച്ചു വെക്കുള്ളൂ. ശരിയാണോ? അതെ. അപ്പൊ കർത്താവിനെ വിളിക്കും. സ്ഥിതി കൂടുതൽ മോശമായവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ.
ഹല്ലേലൂയ. സ്ഥിതി കൂടുതൽ മോശമായവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. കാരണം കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ഉടൻ ഇടപെടാൻ പോവാ. കൈയടിച്ചു നന്ദി പറഞ്ഞ്. ഈ കൈയടി പോരാ, ശക്തമായിട്ട് യേശു നാമത്തെ വിളിക്കാമോ? യേശുവേ, യേശുവേ, യേശുവേ. കരം ഉയർത്തിയടിക്കാമോ? ഉണർവോടെ കരമടിച്ച് ശക്തിയോടെ യേശു നാമത്തെ വിളിച്ച് യേശുവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, വീണ്ടും നിനക്ക് ആരോഗ്യം നൽകും, വീണ്ടും നിനക്ക് ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ ഞാൻ വെച്ച് കെട്ടും, നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഒരുപക്ഷെ രോഗം ബാധിച്ച ആരോഗ്യമൊക്കെ പോയി നീ മരണക്കെട്ടൊക്കെ ആയിരിക്കും, പക്ഷെ നിനക്ക് വീണ്ടും ആരോഗ്യം തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിന്റെ മുറിവുകൾ ഞാൻ വെച്ച് കെട്ടും. ഹല്ലേലൂയ. നിന്റെ മനസ്സിനേറ്റ മുറിവുകൾ, ഓർമ്മകളിലെ മുറിവുകൾ എന്തുമാവട്ടെ, എല്ലാ മുറിവുകൾക്കും സൗഖ്യം തരാനായിട്ട് യേശുവിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ സ്ഥിതി മെച്ചപ്പെടുക അല്ല ചെയ്തത്, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. സ്ഥിതി കൂടുതൽ മോശമായിട്ടുള്ളവർ പേടിക്കണ്ട. കർത്താവ് ഉടൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് റെഡിയാണ്. അതിൻ്റെ അടയാളമാണ് സ്ഥിതി കൂടുതൽ മോശമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. യേശുവിനെ കുറിച്ച് അവൾ കേട്ടിരുന്നു. യേശുവിന്റെ അത്ഭുതങ്ങളും യേശുവിന്റെ വചനങ്ങളും കുറിച്ചൊക്കെ അവൾ കേട്ടു. അവൾ എന്ത് ചെയ്തു? ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അവൾ കടന്നു ചെല്ലുകയാണ്. അവൾ വിശ്വസിച്ചു, യേശുവിന്റെ വസ്ത്ര വിളിമ്പിൽ തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ വസ്ത്ര വിളിമ്പിൽ തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഇവൾ ജനക്കൂട്ടത്തിന്റെ ഇടയിലാ. ഞാനും നിങ്ങളും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ, തിരക്കിന്റെ ഇടയിലൊക്കെ ആയിരിക്കുമ്പോഴും നിന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന, കാണുന്ന ഒരു ദൈവമുണ്ട്. നീ എവിടാണെങ്കിലും വ്യക്തിപരമായിട്ട് നിന്നെ കാണുന്ന, അറിയുന്ന ഒരു ദൈവം. ഇന്നലെ രാവിലെ പാവറട്ടിയിലെ അവിടുത്തെ പ്രേ ഗ്രൂപ്പുകാർക്ക് വേണ്ടി ഒരു ചെറിയ ശുശ്രൂഷ, രാവിലെ 9 മുതൽ 10:15 വരെ ഒരു ശുശ്രൂഷ. ഒരു 10-60 പേരുണ്ട്. ഞാൻ ശക്തമായിട്ട് അവർക്ക് വേണ്ടി വചനം കൊടുത്തു. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും രോഗങ്ങൾ സൗഖ്യമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടത് ആത്മാവിൻ്റെ അഭിഷേകമാണ്. നിങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളാണ്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അക്കൂട്ടത്തിൽ ഒരു മെസ്സേജ് ആയിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ കൂട്ടത്തിലുള്ള ആരുടെയോ ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ടവർ വീട് വിട്ടുപോയിട്ടുണ്ട്, അതിൻ്റെ സങ്കടത്തിലാണ്. ഞാൻ ആ മെസ്സേജ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 മിനിറ്റ് അടി എന്നിട്ടു. ഒരു ചേച്ചി പറയുക, 15 വർഷം മുൻപ് എൻ്റെ ആങ്ങള ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചു പോയി, പിന്നീട് ഒരു വിവരവുമില്ല. ഒരമ്മച്ചി എഴുന്നേറ്റ് നിന്ന് കരയുക. പാവം അമ്മ പറയുക, എൻ്റെ മൂത്ത മോൻ ഡോൺ ബോസ്കോ 5 മാസം മുൻപ് അവൻ വീട് വിട്ടുപോയതാ, എവിടെയാണെന്ന് അറിയത്തില്ല. എൻ്റെ കുഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2 മക്കളേ ഉള്ളൂ. 2ാമത്തെ മോനവിടെ പ്രേരണ അവനുണ്ട്. ഹല്ലേലൂയ. ഡോൺ ബോസ്കോ അവൻ വീട് വിട്ടുപോയിട്ട് 5 മാസങ്ങളായി. ഞാനിത് പങ്കുവെച്ചത് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് യേശു അറിയുന്നു, യേശു കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ കണ്ണുനീര് അവൻ കാണുന്നു. നിന്റെ ചങ്കിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന നിശ്വാസം പോലും യേശുവിന് അറിയാം. നിന്റെ വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളെല്ലാം യേശുവിന് അറിയാം. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് നമ്മെ അറിയുന്ന, കാണുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും. കൈയടിച്ചു നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി അടിക്കാമോ? ശക്തിയോടെ കരമടിച്ചേ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത് വ്യക്തിപരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം കാണുന്നു, അറിയുന്നു, സ്നേഹിക്കുന്നു.
സങ്കീർത്തനം 139 4 മുതൽ തിരുവചനങ്ങൾ. ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. ഒരു വാക്ക് എൻ്റെ നാവിൽ വരുന്നതിന് മുമ്പ് കർത്താവ് അതറിയുന്നു. മുമ്പിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ വചനം. മുൻപിലും പിൻപിലും കർത്താവ് എനിക്ക് കാവൽ നിൽക്കുന്നു. അല്പം കൂടെ ഉച്ചത്തിൽ പറയാവോ? കരവെച്ച് പിടിച്ച്. മുൻപിലും പിൻപിലും കർത്താവ് എനിക്ക് കാവൽ നിൽക്കുന്നു. യേശയ്യ 52:12 ദൈവമായ കർത്താവ് നിന്റെ മുൻപേ നടക്കും, അവിടുന്ന് നിന്റെ പിൻകാവൽക്കാരനായിരിക്കും. കർത്താവ് നിന്റെ മുൻപേ പോകും, അവിടുന്ന് നിന്റെ പിൻകാവൽക്കാരൻ ആയിരിക്കും. ഉൽപ്പത്തി 28:15 നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ എവിടെ പോയാലും കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:5 മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നോക്കുക, എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ദൈവം. സങ്കീർത്തനം 125:2 പർവ്വതങ്ങൾ ജെറൂസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും നിന്നെ വലയം ചെയ്തിരിക്കുന്നു. ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും നിന്നെ വലയം ചെയ്തിരിക്കുന്നു. നീ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിലാണെന്നുള്ളത് തിരിച്ചറിയുക. നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കരപറ്റി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമുയർത്തി വിശ്വാസത്തോടെ വിളിച്ചേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുറന്ന് വിളിക്കാമോ? അതരം തുറന്ന് വിളിച്ചേ. സർവശക്തനായ യേശുവിനെ വിളിക്കാമോ? യേശുവേ. സങ്കീർത്തനം 139:5 മുമ്പിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരമെന്നെ നയിക്കും. അങ്ങയുടെ വലത്ത് കൈ എന്നെ പിടിച്ചു നടത്തും. ഞാൻ ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. സമുദ്രത്തിൻ്റെ അതിർത്തിയിലെത്തിയാൽ അങ്ങ് അവിടെയുണ്ട്. പാതാളത്തിൽ ചെന്നാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും കർത്താവ് എൻ്റെ കൈ പിടിച്ചു നടത്തും എന്ന് പറഞ്ഞേ. ഞാൻ എവിടെയാണെങ്കിലും കർത്താവിന്റെ കൈ പിടിച്ചു നടത്തും. ഹല്ലേലൂയ. എൻ്റെ മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ സങ്കടങ്ങളും കണ്ണുനീരും വേദനകളും അറിയുന്ന ഒരു ദൈവം, എൻ്റെ അലച്ചിലും കഷ്ടപ്പാടുകളും കാണുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനം 10:14 അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് കാണുന്നുണ്ട്, അവയെല്ലാം അവിടുന്ന് ഏറ്റെടുക്കും. ഉണ്ടോ? അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് കാണുന്നുണ്ട്, അവയെല്ലാം അവിടുന്ന് ഏറ്റെടുക്കും. ഒന്ന് പറഞ്ഞേ, അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് കാണുന്നുണ്ട്, അവയെല്ലാം അവിടുന്ന് ഏറ്റെടുക്കും. ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയുടെ ഹൃദയത്തിന്റെ വേദന, അവരുടെ ഒറ്റപ്പെടൽ, ആ ഒരു കാലഘട്ടം, പഴയ നിയമത്തിലെ കാലഘട്ടം എന്നാൽ രക്തസ്രാവമുള്ളവര് അശുദ്ധരാ, കുഷ്ഠരോഗികൾ അശുദ്ധരാ. കുഷ്ഠരോഗികളും രക്തസ്രാവക്കാരും അവരെ പാളയത്തിൽ പോലും കാണാൻ പാടില്ലെന്ന്. അതൊക്കെ ഇത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലം. ഈ രക്തസ്രാവക്കാരി യേശുവിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അവൾ ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവളുടെ ദൈവത്തോട്. ബ്ലീഡിങ് കൂടി സ്ഥിതി കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുക. ഇവൾ വിശ്വസിച്ചു, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടും.
യേശുവിന്റെ വസ്ത്രത്തിൽ ഞാൻ ഒന്ന് തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. അവിടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഉറപ്പേറിയ ഒരു വിശ്വാസമായിരുന്നത്, ഞാൻ അവനെ തൊടും. അവള് മനസ്സിലാലോചിച്ചതന്നെ യേശുവിനറിയാം, ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നല്ല ഹൃദയത്തിൽ ഉറപ്പ് വിശ്വാസമുള്ള ഒരു സ്ത്രീയുണ്ട്, അവൾ എൻ്റെ വസ്ത്രത്തെ തൊടും, അവൾ സൗഖ്യം മേടിക്കുന്ന യേശുവിനറിയാം. നമ്മൾ ജനക്കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിലും ഒറ്റപ്പെട്ടവരാണെങ്കിലും നീ ഏത് അവസ്ഥയിലാണെങ്കിലും യേശുവിന് നിന്നെ വ്യക്തമായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ച ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കാം. അതായത് അവിടെ പാവറട്ടിയിൽ പകല് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പന്തൽ നിറഞ്ഞു ജനമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുമ്പോൾ ഒരു കട്ടിലേൽ ഒരമ്മ കിടക്കുന്നു. ഒരു ചേച്ചി അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതാരാ? അമ്മയാണ്. അമ്മയ്ക്ക് എന്ത് പറ്റി? ക്യാൻസറാണ്. തൊണ്ടയുടെ ഇവിടെയാണ് ക്യാൻസർ. അപ്പം മൊത്തം ഇങ്ങനെ വീർത്തിരിക്കുക. ഞാൻ പേര് ചോദിച്ചു. ആ പേര് ഞാൻ പറയാം. ചെറുക്കാളി ഹൈന്ദവ സഹോദരിയ, പ്രായവരുള്ള അമ്മച്ച. ചെറുക്കാളി പേര്. ഞാൻ ചോദിച്ചു, ഇതാരെ? എൻ്റെ അമ്മയാണ്. അപ്പം ഞാൻ ഈ അമ്മയോട് വർത്തമാനം പറഞ്ഞു. അപ്പോൾ അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്ന കിടക്കുക. അവിടെ അവസ്ഥ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറയുകയാണ്, എൻ്റെ അമ്മയാണ്, ഞാനാണ് മൂത്ത മോള്. ഞങ്ങൾ 2 പെൺമക്കളാണ്. കല്യാണം കഴിഞ്ഞു, എല്ലാവരും മക്കളുമൊക്കെ ആയി. എൻ്റെ ഒരു ആങ്ങളയുണ്ട്, അവന് 14 വർഷം മുൻപ് കല്യാണം കഴിഞ്ഞു. പിന്നെ അമ്മയായിട്ട് എന്തോ പറഞ്ഞ് വിശകിട്ട് അവൻ വീട് വിട്ടിട്ട് പോയി. ഒറ്റയാണേ ഉള്ളൂ. ഭാര്യ കടം പോയി വേറെ താമസിക്കുന്നത്. അമ്മ ഇപ്പം എൻ്റെ കൂടാണ്. അമ്മയ്ക്ക് ക്യാൻസറാണ്. അമ്മ പറയും, ഈയിടെ അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ അവന് അമ്മയെ കാണാനൊക്കെ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ആരൊക്കെ ഉണ്ട്? എൻ്റെ ഭർത്താവ്, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഇളയ കുട്ടി, 2 ആൺപിള്ളേരും ഒരു പെൺകുട്ടിയാണ്. ഇളയ കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കൊണ്ട് പോയതാണ്. അന്ന് മുതൽ കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ അമ്മയുണ്ട്. അമ്മ ഈ അവസ്ഥയാണ്. കൂലിപ്പണിക്ക് പോലും പറ്റുന്നില്ല. എൻ്റെ മക്കൾ, മൂത്തവൻ 27 വയസ്സ്. അവനെന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും, എന്നാലും ചെറുപ്പമല്ലേ, അങ്ങനെയൊക്കെയാണ്. ഒത്തിരി സങ്കടം തോന്നി. ശരിക്കും ഹൈന്ദവ കുടുംബമാണ്. അവിടെ ആ വിഷമമൊക്കെ ഇട്ട് മനസ്സിന് ഒത്തിരി ഭാരം എനിക്ക് തോന്നി. ഞാൻ അവരോട് വർത്താനമൊക്കെ പറഞ്ഞു. ആ അമ്മയുടെ ഇവിടുത്തെ വായിലെ ഇവിടുത്തെ ക്യാൻസർ മാറാനൊക്കെ ഞാൻ കൈവച്ചു. ശരിക്കും പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണുകളിലൂടെ ഇങ്ങനെ അമ്മയുടെ കണ്ണുകളിലൂടെ ഇങ്ങനെ 2 സൈഡിൽ കൂടി ഇങ്ങനെ കണ്ണുനീരൊഴുക. വയസ്സ് ഞാൻ ചോദിച്ചു. 74 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് യേശുവിനോട് വിശ്വാസമുണ്ട്? ഉടനെ പറഞ്ഞു, വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നിന്റെ അലച്ചിലുകളും കഷ്ടപ്പാടും കണ്ണുനീരും വേദനകളും നൊമ്പരങ്ങളും യേശുവിന് അറിയാം. നീ യേശുവിന്റെ സ്വന്തമാ. യേശുവിന്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്. പാപിയാണെങ്കിലും രോഗിയാണെങ്കിലും കള്ളുകുടിയാണെങ്കിലും തെമ്മാടിയാണെങ്കിലും വ്യഭിചാരം ചെയ്ത വ്യക്തിയാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ നിനക്ക് ഇടമുണ്ട്. അവിടുന്ന് കാണുന്നുണ്ട് നിന്റെ കഷ്ടപ്പാടുകളും അലച്ചിലും കണ്ണുനീരും എല്ലാം. സങ്കീർത്തനം 56:8 പറയുന്നുണ്ട്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണീട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ എപ്പോഴൊക്കെ കരഞ്ഞോ അപ്പോഴൊക്കെ ഞാൻ നിന്റെ അടുത്തുണ്ടായിരുന്നു. നീ എപ്പോഴൊക്കെ സങ്കടപ്പെട്ടോ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ സ്ഥിതി കൂടുതൽ കൂടുതൽ മോശമായപ്പോൾ നിനക്ക് കാവലായി മുൻപിലും പിൻപിലും ഞാൻ ഉണ്ടായിരുന്നു. ഇതാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും, യേശുവിൻ്റെ കരുതലും സ്നേഹവും. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ആ കരുതല്, ആ സ്നേഹം, ആ സംരക്ഷണം നമ്മൾ
ആഴത്തിൽ അനുഭവിച്ചാൽ പിന്നെ എനിക്കും നിങ്ങൾക്കും യേശുവിനെതിരെ ഒരു കുഞ്ഞു പാപം പോലും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ആ ചേച്ചി എന്താ കോളറിട്ടിരിക്കുകയാണോ? എന്ത് പറ്റുക? ഇങ്ങോട്ട് വന്ന്. എന്താ പേര്? ഏലിയമ്മ. ഇതെന്ത് പറ്റുക? ഇതൊരു വർഷമായിട്ട് തേയ്മാനം ഉണ്ടായിരുന്നു. 3 മാസത്തിന് മുമ്പ് MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തപ്പോൾ 3 അസ്ഥിക്ക് തേയ്മാനം, ഡിസ്കിന് തേയ്മാനം. അപ്പോൾ ഒരു ജോലി ചെയ്യത്തില്ല, ഇവിടെ നീര് വെക്കുക ചെയ്യുമ്പോൾ. ഓപ്പറേഷനൊന്നും പറഞ്ഞില്ല. അപ്പം 2.5 മാസം കോളർ വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വെക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും കുറച്ചൊക്കെ മാറ്റം വന്നു. എന്നാലും എനിക്കൊരു ജോലി ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം നീര് വെക്കുക. നീരും വേദനയും എല്ലാമാണ് അല്ലേ? തേയ്മാനമാണ് കഴുത്തിൻ്റെ ഡിസ്കിന്. അതെ, ഈ സഹോദരിയുടെ നട്ടിലെ ഈ ഡിസ്കൾക്കെല്ലാം തേയ്മാനമാണ്. അതിനാണ് ഈ കോളർ വെച്ചിരിക്കുന്നത്. കർത്താവ് സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ടല്ലേ? ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്. പേരെന്താ പറഞ്ഞേ? വീട് എവിടെയാ? ഏലിയാമ്മയുടെ വീട് പാലായിക്ക് അടുത്താണ്. കല്യാണം കഴിച്ചല്ലേ? ഇല്ല, കല്യാണം കഴിച്ചില്ല. ശരി. അപ്പനുമൊക്കെ ഉണ്ടോ? ചാച്ചനുണ്ട്. ഉണ്ടല്ലേ? യേശു സൗഖ്യം തരുമോ? സൗഖ്യം തരും. ഉറപ്പാണോ? ഈ ചേച്ചിക്ക് ഉറപ്പാണ് യേശു സൗഖ്യം തരുമെന്ന്. കഴിച്ചു. സൗഖ്യപ്പെട്ടു. കടുത്തു തിരിച്ചോ? തിരിക്കുക, കടുത്തു തിരിക്കുക. നന്നായിട്ട് തിരിച്ച്. മുന്നോട്ട് പുറകോട്ട് വെച്ച്. കഴുത്ത് പുറകോട്ട് മുന്നോട്ട് വെച്ച്. നന്നായിട്ട് സ്പീഡില്ല. 2 സൈഡിലേക്ക് തിരിച്ച്. കൈയൊക്കെ ഒന്ന് വട്ടം കറക്കിക്കേ. മറ്റേ കൈ 2 സൈഡിലേക്ക് വലിച്ചു കൊടുന്നേ. 2 സൈഡിലേക്ക്. മറ്റേ കൈ ഒന്ന് തിരിച്ച്. സന്തോഷമായോ? സന്തോഷമായി. ഇല്ല, വേദന യേശു എടുത്തു മാറ്റി. യേശു വേദന എടുത്തു മാറ്റി. ഹല്ലേലൂയ. യേശു ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അനേകരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിന്റെ കഷ്ടപ്പാടുകളും അലച്ചിലുകളും അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. സങ്കീർത്തനം 56:8. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുക. നീ എപ്പോഴൊക്കെ കരഞ്ഞോ അതൊക്കെ കർത്താവിനറിയാം. നീ എപ്പോഴൊക്കെ സങ്കടപ്പെട്ടോ അതൊക്കെ യേശുവിനറിയാം. ഒരുപക്ഷെ ആരോടും പറയാതെ സങ്കടപ്പെട്ട നിമിഷങ്ങൾ, ഒറ്റയ്ക്ക് പോയിരുന്ന് കരഞ്ഞ നിമിഷങ്ങൾ, അവഗണന, തിരസ്കരണം, ഒറ്റപ്പെടലുകൾ എല്ലാം അനുഭവിച്ചവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നീ എപ്പോഴൊക്കെ കർത്താവിനടുക്കൽ നിന്ന് കരഞ്ഞോ ആ കരച്ചിലും കണ്ണുനീരും വേദനയെല്ലാം കർത്താവിനറിയാം. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റപ്പെട്ടവനല്ല. നിന്റെ മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. അവൻ നിനക്ക് കാവൽ നിൽക്കുകയാ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ